ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് ലേണിംഗ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലെ ഒരു ന്യൂസ് വായിച്ചിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. ആസ് ഹെവി റെയിൻസ് ലാഷ്ഡ് ദ സിറ്റി. ആസ് ഹെവി റെയിൻസ് എന്ന് പറഞ്ഞാൽ കനത്ത മഴ. ആസ് ഹെവി റെയിൻസ് എന്ന് പറഞ്ഞാൽ കനത്ത മഴ പെയ്തതോടെ ലാഷ്ഡ് ദ സിറ്റി. ലാഷ്ഡ് എന്ന് പറഞ്ഞാൽ പ്രഹരിച്ചു എന്നാണ് അർത്ഥം, പക്ഷേ ഇവിടെ വരുന്നത് സ്തംഭിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. ലാഷ്ഡ് ദ സിറ്റി പറഞ്ഞാൽ സിറ്റി സ്തംഭിച്ചു. സിഗ്നിഫിക്കൻ്റ് ഡിസ്റപ്ഷൻസ് ഇൻ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ്. സിഗ്നിഫിക്കൻ്റ് ഡിസ്റപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കാര്യമായ തടസ്സങ്ങൾ. ഇൻ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളിൽ, ഫ്ലൈറ്റ് സർവീസിൽ. അറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആസ് ഓഫ് 9 PM. 9 PM എന്ന് പറഞ്ഞാൽ വൈകിട്ട് 9 മണി. ആസ് ഓഫ് 9 PM വൈകിട്ട് 9 മണി വരെ മൾട്ടിപ്പിൾ ഫ്ലൈറ്റ്സ് വേർ ഡൈവേർട്ടഡ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം. മൾട്ടിപ്പിൾ ഫ്ലൈറ്റ്സ് ഒന്നിലധികം ഫ്ലൈറ്റുകൾ വേർ ഡൈവേർട്ടഡ് എന്ന് പറഞ്ഞാൽ വഴി തിരിച്ചുവിടുക. വേർ ഡൈവേർട്ടഡ് എന്ന് പറഞ്ഞാൽ വഴി തിരിച്ചുവിടപ്പെട്ടു. വൈൽ ലോക്കൽ ട്രെയിൻ ഓപ്പറേഷൻസ് വേർ ഹിറ്റ്. വൈൽ എന്ന് പറഞ്ഞാൽ അതേസമയം, ലോക്കൽ ട്രെയിൻ പ്രവർത്തനങ്ങളെ വേർ ഹിറ്റ് ബാധിച്ചു. റെഡ് അലർട്ട് റിമൈൻഡ് ഇൻ ഇഫക്റ്റ്. റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. റിമൈൻഡ് എന്ന് പറഞ്ഞാൽ അവശേഷിക്കുക ആണ്. റിമൈൻഡ് ഇൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നുണ്ട്, പ്രാബല്യത്തിലുണ്ട്. സീവർ വാട്ടർ ലോഗിംഗ് വാസ് വിറ്റ്നസ്ഡ് ഇൻ വേരിയസ് പാർട്ട് ഓഫ് ദ സിറ്റി. സിവർ വാട്ടർ ലോഗിംഗ് എന്ന് പറഞ്ഞാൽ രൂക്ഷമായ വെള്ളക്കെട്ട്. സിവർ പറഞ്ഞാൽ രൂക്ഷമായ, വാട്ടർ ലോഗിംഗ് വെള്ളക്കെട്ട്. വാസ് വിറ്റ്നസ്ഡ് പറഞ്ഞാൽ സാക്ഷിയാവുക എന്നാണ്, പക്ഷേ ഇവിടെ വാസ് വിറ്റ്നസ്ഡ് എന്ന് പറയുമ്പോൾ അനുഭവപ്പെട്ടു. ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ സിറ്റി. വേരിയസ് പറഞ്ഞാൽ വ്യത്യസ്ത, പല. ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ സിറ്റി, സിറ്റിയുടെ പല ഭാഗങ്ങളിൽ. Meanwhile, the High Court expressed the concerns regarding the police shooting of the accused in the sexual assault case. The High Court expressed concern എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ട് ആശങ്ക പ്രകടിപ്പിച്ചു. റിഗാർഡിംഗ് ദ പോലീസ് ഷൂട്ടിംഗ്, പോലീസ് വെടിവെച്ച സംഭവത്തിൽ. ഓഫ് ദ അക്യൂസ്ഡ്, പ്രതിയെ. അക്യൂസ്ഡ് പറഞ്ഞാൽ കുറ്റാരോപിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രതി. ഓഫ് ദ അക്യൂസ്ഡ് പ്രതിയെ. ഇൻ ദ സെക്ഷൽ അസോൾട്ട് കേസ്, ലൈംഗിക അതിക്രമ കേസ്. സെക്ഷൽ എന്ന് പറഞ്ഞാൽ ലൈംഗിക, അസോൾട്ട് എന്ന് പറഞ്ഞാൽ അതിക്രമം. സ്റ്റേറ്റിംഗ് ദാറ്റ് ദ ഇൻസിഡൻറ്റ് കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ്. സ്റ്റേറ്റിംഗ് പ്രസ്താവിച്ചുകൊണ്ട്, ദാറ്റ് എന്തെന്നാൽ, ദ ഇൻസിഡൻറ്റ് ആ സംഭവം, കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ് ഒഴിവാക്കാമായിരുന്നു. അവോയ്ഡ് പറഞ്ഞാൽ ഒഴിവാക്കുക, കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ് ഒഴിവാക്കാമായിരുന്നു. ആൻഡ് എംഫസൈസ്ഡ് ദ നെസസിറ്റി ഫോർ എ ഫെയർ ആൻഡ് ഇംപാർഷ്യൽ പ്രോബ്. എംഫസൈസ്ഡ് പറഞ്ഞാൽ ഊന്നിപ്പറയുക, കോടതി ഊന്നിപ്പറഞ്ഞു. ദ നെസസിറ്റി ഫോർ എ ഫെയർ ആൻഡ് ഇംപാർഷ്യൽ പ്രോബ്. നെസസിറ്റി എന്ന് പറഞ്ഞാൽ ആവശ്യകത, ആവശ്യകത. ഫോർ എ ഫെയർ ആൻഡ് ഇംപാർഷ്യൽ പ്രോബ്. ഫെയർ എന്ന് പറഞ്ഞാൽ നീതിപൂർവകം, ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷം. ഫെയർ ആൻഡ് ഇംപാർഷ്യൽ പ്രോബ്, നീതിപൂർവകവും നിഷ്പക്ഷവുമായ അന്വേഷണം. നീതിപൂർവകവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിൻ്റെ ആവശ്യകത കോടതി ഊന്നിപ്പറഞ്ഞു. ദ ബെഞ്ച് സ്ട്രെസ്ഡ് ദ നെസസിറ്റി ഫോർ എ ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻടു ദ സർക്കംസ്റ്റാൻസസ് സറൗണ്ടിങ് ദ ഷൂട്ടിംഗ്. ദ ബെഞ്ച് സ്ട്രെസ്ഡ്, കോടതി ഊന്നിപ്പറഞ്ഞു. ദ നെസസിറ്റി ഫോർ എ ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷണം. ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നീതിപൂർവകവും നിഷ്പക്ഷവുമായ അന്വേഷണം. ഇൻടു ദ സർക്കംസ്റ്റാൻസസ് സറൗണ്ടിങ് ദ ഷൂട്ടിംഗ്. ഇൻടു ദ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളെക്കുറിച്ച്. സറൗണ്ടിങ് ദ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട. സറൗണ്ടിങ് ദ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട, ഷൂട്ടിങ്ങുമായി ചുറ്റിപ്പറ്റിയുള്ള
സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം